ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിസ്നുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു യാത്രയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. തുടർന്ന് പറയുന്നതിന് മുൻപ് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ലൈക്ക് ചെയ്തിട്ടില്ല, ഷെയർ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണം. കാരണം നമ്മളുടെ ഈ സത്യത്തിൻ്റെതായിട്ടുള്ള ഈ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് മാക്സിമം എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശ ലക്ഷ്യം. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ അനുഭവിക്കുന്ന പ്രായമായിട്ടുള്ളവരോ അല്ലാത്തവരോ ആയുള്ള ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് ഇത് മാക്സിമം എത്തുമ്പോഴേക്കും തീർച്ചയായിട്ടും അവർക്ക് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും അങ്ങനെ അവരുടെ പ്രശ്നത്തിന് എന്തെങ്കിലും ചെറിയ തോതിലാണെങ്കിലും ഒരു പരിഹാരം നമ്മൾക്ക് കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമായിരിക്കും എന്നുള്ളത് ഞാൻ എല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നെനിക്ക് ഒരു ഫോൺ കോൾ വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. കോൾ വന്നത് മുണ്ടക്കയത്ത് നിന്ന് കൂട്ടിക്കലേക്കുള്ള വഴിക്ക്, കൂട്ടിക്കലിൽ നിന്നാണ് ശരിയായിട്ട് പറഞ്ഞാൽ ഫോൺ കോൾ വന്നത്. അവിടെ ഒരു വിലാസിനി അമ്മയുണ്ട്. കൂട്ടിക്കലാണ് വിലാസിനി അമ്മയുടെ താമസം. വിലാസിനി അമ്മയ്ക്ക് 71 വയസ്സുണ്ട്. വിലാസിനി അമ്മയ്ക്ക് 4 പെൺമക്കളാണുള്ളത്. 4 പേരും വിവാഹം കഴിച്ച് പോയ ആളുകളാണ്. അമ്മയ്ക്ക് ആകെപ്പാടെ 6 സെൻറ്റ് സ്ഥലമാണ് ഉള്ളത്. അപ്പോൾ ഈ 6 സെൻറ്റ് സ്ഥലമാണ് ഉള്ളത്. ഈ 6 സെൻറ്റ് സ്ഥലം 4 പെൺമക്കൾക്ക് പേരിൽ എഴുതി കൊടുക്കാത്തതിൻ്റെ പേരിൽ അവർക്ക് വിലാസിനി അമ്മയോട് ഈർഷ്യയുണ്ട്, ദേഷ്യമുണ്ട്. അമ്മ തന്നിഷ്ടപ്രകാരം ഉള്ള സ്വത്തുക്കളൊക്കെ ഇങ്ങനെ കൈവശം വെച്ചിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ആകെപ്പാടെയുള്ളത് 6 സെൻറ്റ് സ്ഥലമാണ്. ഈ 6 സെൻറ്റ് സ്ഥലം തൻ്റെ കൈവശം ഉണ്ടായിട്ട് കൂടി ഈ മക്കൾ അമ്മയെ നോക്കുകയോ അമ്മയെ സംരക്ഷിക്കുകയോ അമ്മയുടെ അടുത്ത് ഒരു ദിവസം വന്ന് നിൽക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ഈ 6 സെൻറ്റ് സ്ഥലം അമ്മയുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോയി കഴിഞ്ഞാലുള്ള സ്ഥിതി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പെൺമക്കൾക്ക് തന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള സംഗതികളൊക്കെ കൊടുത്തിട്ടാണ് അമ്മ വിവാഹം കഴിച്ചയച്ചത്. അമ്മയുടെ ഭർത്താവ് നേരത്തെ മരിച്ചു പോയിരുന്നു. അപ്പോൾ ഈ 4 പെൺമക്കൾക്കും ഓരോ ആൾക്കാർക്ക് അവർക്ക് അവകാശപ്പെട്ട വിഹിതം അമ്മയുടെ കാലശേഷം ലഭിക്കുന്നത് 1.5 സെൻറ്റ് സ്ഥലം വെച്ചിട്ടാണ്. അപ്പോൾ അവർ ചോദിക്കുന്നത് അവർക്കുള്ള ഈ 1.5 സെൻറ്റ് സ്ഥലം എന്തുകൊണ്ടാണ് അമ്മ ഇത് കെട്ടിപ്പിടിച്ച് വെച്ചിരിക്കുന്നത്? അമ്മയ്ക്ക് ആ 1.5 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് തന്നുകൂടെ? ഞങ്ങളത് പരസ്പരം അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ലെങ്കിൽ 4 പേരുടെയും കൂടെ സ്ഥലം, 3 പേരുടെ സ്ഥലം ഒരാൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ആ സ്ഥലം പൈസ കൊടുത്ത് വാങ്ങി കഴിഞ്ഞാൽ ഒരാളുടെ സ്വന്തമാകുമല്ലോ. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അവരുടെ പേരിലേക്ക് വിലാസിനി അമ്മ ഈ സ്ഥലം മാറ്റി നൽകണം. അത് മാറ്റി നൽകാനായിട്ട് അമ്മയുടെ മരണശേഷം മാത്രമേ അങ്ങനെ നൽകുകയുള്ളൂ. അത് മാറ്റി നൽകാനായിട്ട് ഇപ്പോൾ സാധിക്കുകയില്ല എന്ന് പറഞ്ഞത് കാരണം ഈ 4 പെൺമക്കളും അമ്മയുടെ അടുത്തേക്ക് വരികയോ അമ്മയെ സഹായിക്കുകയോ യാതൊരു കാര്യങ്ങളും അന്വേഷിക്കുകയോ ചെയ്യുകയില്ല. ഒരു മാനുഷിക പരിഗണന വെച്ചിട്ടാണെങ്കിലും ഈ 71 വയസ്സുള്ള സ്ത്രീ, അതായത് അത് തന്നെയല്ല, അവർക്ക് മുട്ടിന് തേയ്മാനമുണ്ട്, കാലിന് വാദത്തിൻ്റെ അസുഖമുണ്ട്. അതുകൊണ്ട് നടന്നു പോകാനോ മറ്റൊരു കാര്യങ്ങളും ചെയ്യാനുള്ള അവർക്ക് ആ ശേഷിയില്ല. എന്നിട്ട് ഈ നല്ല തടിമിടുക്കും തിണ്ണമിടുക്കുമുള്ള ഈ 4 പെൺമക്കളും അമ്മയെ തിരിഞ്ഞു നോക്കുകയോ അവർക്ക് അമ്മയിൽ നിന്ന് ലഭിക്കാനുള്ള 1.5 സെൻറ്റ് വസ്തു ലഭിക്കുന്നില്ല എന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ട് ആ ചെറുതാണെങ്കിലും അത് അവരുടെ പേരിലേക്ക് എഴുതി കൊടുക്കുന്നില്ല. എഴുതി കൊടുത്താൽ അവരമ്മയെ നോക്കുമെന്നാണ് പറയുന്നത്. അമ്മയുടെ ചോദ്യം അതല്ല. ഞാൻ ഇപ്പോൾ അവർക്ക് എൻ്റെ പേരിലാണ് ഈ സ്ഥലം എൻ്റെ പേരിൽ ഉണ്ടായിട്ട് അവരെന്നെ കൺസിഡർ ചെയ്യുകയോ നോക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ പേരിൽ ഈ സ്ഥലം ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അവരെന്നെ എങ്ങനെ നോക്കും? അത് ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്നാണ് അമ്മ ചോദിക്കുന്നത്. അമ്മയ്ക്ക് മറ്റ് യാതൊരു വരുമാന മാർഗങ്ങളുമില്ല. ഈ 6 സെൻറ്റ് സ്ഥലത്തിനകത്ത് അവിടെ ഇവിടെയൊക്കെ അമ്മ കുത്തിയിടുന്ന ചെറിയ എന്താ പറയുക, ഈ ഇഞ്ചിത്തൂമ്പയുണ്ട്, അത് വെച്ച് മണ്ണൊക്കെ കൂട്ടി 1-2 കപ്പയും കുറച്ച് ചേമ്പും ഒക്കെ അവിടെ ഇവിടെയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. വീട് വളരെ പരിതാപകരമായിട്ടുള്ള വളരെ ചെറിയ ഒരു വീടാണ് വിലാസിനി അമ്മയ്ക്ക് സ്വന്തമായിട്ടുള്ളത്. മറ്റൊരു വസ്തുത, നേരത്തെ നമ്മുടെ സർക്കാരിൽ നിന്നുള്ള പെൻഷനൊക്കെ ഉള്ളപ്പോൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ നടന്നു പോയിരുന്നതാണ്. മരുന്നുകൾക്കൊക്കെ ഉള്ള പൈസ, കഷായം വേണം, മരുന്ന് വേണം, മറ്റുള്ള സംഗതികളൊക്കെ വേണം, കറണ്ട് ചാർജ് അടയ്ക്കണം, ധാരാളം ആവശ്യങ്ങളുണ്ട്. അതെല്ലാം മുടങ്ങിയിരിക്കുകയാണ്. ആരും സഹായിക്കാനും ആരുടെ കയ്യിൽ നിന്നുള്ള രീതിയിലേക്ക് ഒന്നും അമ്മയ്ക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉയരുന്നൊരു ചോദ്യം, ഇത്രയും വിഷമമുള്ള അവസ്ഥയാണ് എങ്കിൽ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഏതെങ്കിലും അനാഥ മന്ദിരത്തിലോ അല്ലെങ്കിൽ വൃദ്ധമന്ദിരത്തിലോ അത്തരത്തിലുള്ള സെൻറ്ററുകളിലോ പോയി താമസിച്ചു കൂടെ എന്ന് അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ പറയുന്ന മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് 71 വയസ്സായി, ഞാൻ വർഷങ്ങളായിട്ട്, എത്രയോ വർഷമായിട്ട്, അമ്മ 52 വർഷമായിട്ട് അവിടെയാണ് താമസിക്കുന്നത്. ആ മണ്ണിൽ തന്നെ കിടന്നാണ് അമ്മയ്ക്ക് മരിക്കേണ്ടത് എന്നുള്ള ആഗ്രഹമാണ്. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും അവിടെ നിന്ന് വിട്ടുപോവുകയില്ല എന്നുള്ളതാണ് അമ്മ പറയുന്നത്. അപ്പോൾ മറ്റുള്ളൊരു മാർഗം എന്താണ്
എന്ന് ചോദിച്ചാൽ അമ്മയെ ഏതെങ്കിലും തരത്തിലൊക്കെ സഹായിക്കുക, അല്ലെങ്കിൽ അമ്മയുടെ പെൺമക്കളോട് കാര്യങ്ങൾ പറഞ്ഞ് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൺവീൻസ് ചെയ്തിട്ട് അമ്മയുടെ അടുത്ത് ആഴ്ചയിൽ ഒരാളെങ്കിലും വന്ന് നിൽക്കുക എന്നുള്ള ഒരു സിസ്റ്റം അവലംബിക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഈ 4 പെൺമക്കൾ ആരും തന്നെ അവരുടെ പേരിലേക്ക് ആ സ്ഥലം 1.5 സെൻറ്റ് അവർക്ക് അവകാശപ്പെട്ട വസ്തു നൽകാതെ അവരാരും അവിടേക്ക് വരികയോ അമ്മയെ നോക്കുകയോ അമ്മയുമായിട്ടുള്ള യാതൊരു ഇടപാടുകളും അവർക്ക് വേണ്ട എന്നാണ് പറയുന്നത്. അത് ഇനി അവർക്ക് 1.5 സെൻറ്റ് സ്ഥലം കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് വേണ്ട എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. കാരണം ഈ 6 സെൻറ്റ് വസ്തുവിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് വഴിയില്ല. റോഡിൽ നിന്നിറങ്ങി മെയിൻ റോഡിൽ നിന്നുള്ള ചെമ്മൺ റോഡിൽ കൂടി നടന്ന് മുകളിലേക്ക് കയറി വേണം അവിടേക്ക് ചെല്ലുവാനായിട്ട്. കുടിവെള്ളത്തിനുള്ള കിണറൊന്നുമില്ല, പൈപ്പിലെ വെള്ളം മാത്രമാണ് ആശ്രയിക്കുന്നത്. ഇപ്പോൾ വെള്ളത്തിനൊക്കെ ഇത്രയും ക്ഷാമമുള്ളപ്പോൾ വെള്ളം മറ്റിടത്തുനിന്ന് പോയി കൊണ്ടുവരാനായിട്ടോ നിറച്ച് വയ്ക്കുവാനായിട്ടൊന്നും അമ്മയ്ക്ക് പറ്റില്ല. ഒരു വെള്ളം ശേഖരിച്ച് വയ്ക്കുവാനുള്ള ഒരു വാട്ടർ ടാങ്ക് പോലും അവിടെ ആ വീട്ടിൽ അമ്മയുടെ പക്കലില്ല. രണ്ടാമത്തെ സംഗതി, ഒരു ഗ്യാസ് കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്യാസ് കണക്ഷനൊക്കെ സർവ്വസാധാരണമാണ്. അവരുടെ വീട്ടിൽ ഗ്യാസ് കണക്ഷനുമില്ല. ഇപ്പോഴും വിറകിനെ ആശ്രയിച്ച് അവിടെയൊക്കെ ഇവിടെയൊക്കെ നിരങ്ങിപ്പോയിട്ടാണ് തടവി പോയി വല്ലതൊക്കെ ചൂട്ടോ അല്ലെങ്കിൽ ചെറിയ ചുള്ളിലൊക്കെ പെറുക്കിക്കൊണ്ട് വന്നിട്ടാണ് അമ്മ ചെറുതായിട്ടൊക്കെ കഞ്ഞി വെച്ചൊക്കെ കുടിക്കുന്നത്. പിന്നെ മറ്റൊരു സംഗതി, ഇതിന് പോയിട്ട് റേഷൻ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അമ്മയുടെ മുട്ടിൽ തേയ്മാനം വന്നതാണ്, നടക്കാൻ ബുദ്ധിമുട്ടാണ്, ആരെങ്കിലും ആശ്രയിക്കണം. ആരെങ്കിലും ആശ്രയിച്ച് പരസഹായമില്ലാതെ, മറ്റുള്ളവരുടെ ഒരു സഹായമില്ലാതെ റേഷൻ കടയിൽ പോയി കൈപതിപ്പിക്കുവാനോ അല്ലെങ്കിൽ റേഷൻ വാങ്ങിക്കുവാനോ സാധനങ്ങൾ വാങ്ങിക്കുവാനോ ഒന്നും വിലാസിനി അമ്മയ്ക്ക് സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഇത്രയും കണ്ടീഷനായിട്ടും അമ്മ അവിടെ തനിച്ച് ആരെയും ധാരാളം ബുദ്ധിമുട്ടുണ്ടെങ്കിലും മറ്റുള്ളവരെ ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കാതെ ഒരു തരത്തിൽ ഞെങ്ങി എങ്ങനെയൊക്കെയോ ആ ഒരു ഉൾപ്രദേശത്ത് അങ്ങനെ ജീവിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വിലാസിനി അമ്മ ജീവിക്കുന്നത് പോലെ നമ്മുടെ കേരള സമൂഹത്തിൽ ധാരാളം അമ്മമാർ 3, 4, 5, 6 മക്കളുണ്ടായിട്ട്, വിലാസിനിയമ്മയുടെ കേസിൽ വിലാസിനിയമ്മയ്ക്ക് പണമില്ല, പക്ഷേ മക്കളൊക്കെ ഒരു സാധാരണക്കാരായ ആളുകളാണ്. പക്ഷേ പല മാതാപിതാക്കളുടെ മക്കളും നല്ല പൈസയുണ്ടായിട്ടും നല്ല സാമ്പത്തിക സ്ഥിതിയും സാമ്പത്തിക സ്രോതസ്സുമുള്ള മക്കളായിട്ട് കൂടി അവരൊന്നും അവരുടെ അച്ഛനമ്മമാരെ തിരിഞ്ഞു നോക്കുകയോ അവരെ ഒന്ന് സഹായിക്കുകയോ അവരുടെ അടുത്തേക്ക് വരികയോ അവരെ ഒന്ന് ആശ്വസിപ്പിക്കുകയോ പോലും ചെയ്യാറില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നമ്മളുടെ പല സ്ഥലങ്ങളിലും പല പഞ്ചായത്തുകളിലും ഇതുപോലെയുള്ള ഒറ്റപ്പെട്ട് കഴിയുന്ന ധാരാളം അമ്മമാർ നമുക്കുണ്ട്. അവർക്ക് ആകെപ്പാടെ ആശ്രയമായിട്ടുള്ളത് അവരുടെ സമീപത്ത് താമസിക്കുന്ന നല്ല ഹൃദയമുള്ള, ഇപ്പോഴും നന്മ വറ്റിപ്പോകാത്ത കുറേ നല്ല മനുഷ്യരുണ്ട്. അവരുടെയൊക്കെ കൃപാകടാക്ഷം കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രായമായ അമ്മമാർ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുന്നത്. ഇപ്പോൾ എല്ലാവർക്കും എല്ലാ സമയത്തും നമ്മുടെ വൃദ്ധസദനങ്ങളിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള സെൻറ്ററുകളിലൊന്നും പോയി താമസിക്കാൻ സാധിക്കത്തില്ല. അത് പ്രായോഗികമായിട്ട് നടക്കുന്ന സംഗതികളും ഇല്ല. അങ്ങനെയാണ് എങ്കിൽ നമ്മളുടെ കേരളത്തിൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും 100 ഇരട്ടി വൃദ്ധസദനങ്ങൾ വീണ്ടും നമുക്ക് പണിയേണ്ടത് അത്യന്താപേക്ഷിതമായിട്ട് വരുന്ന ഒരു സംഗതിയാണ്. കാരണം അത്രമാത്രം വൃദ്ധജനങ്ങൾ നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുകയും പീഡനങ്ങൾ ഏറ്റുവാങ്ങി കഴിയുകയും മരുന്നിന് വകയില്ലാതെ, അന്നത്തിന് വകയില്ലാതെ, വസ്ത്രത്തിന് വകയില്ലാതെ, കിടക്കാൻ ഇടമില്ലാതെ ധാരാളം പേര് അങ്ങനെ കഴിയുന്നുണ്ട്. മറ്റുള്ളവരെ ആശ്രയിച്ച് സ്വന്തം മക്കളുടെയും മരുമക്കളുടെയും ആട്ടും തുപ്പും കേട്ട് അവരുടെ ചവിട്ടും തൊഴിയും ഏറ്റ്, വീണ്ടും എടുത്തു പറയുകയാണ്, അവരുടെ ചവിട്ടും തൊഴിയും ഏറ്റ്. പണ്ടൊക്കെ നമ്മൾ ഈ ചവിട്ടും തൊഴിയും എന്നൊക്കെ പറയുമ്പം അത് ആലങ്കാരികമായിട്ട് പറയുന്ന ഒരു സംഗതിയായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഷോർട്സിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ധാരാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ അടിക്കുകയും ഇടിക്കുകയും ചവിട്ടുകയും തൊഴിക്കുകയും കർണക്കുറ്റിക്കടിക്കുകയും മുടി പിടിച്ച് ഉലയ്ക്കുകയും ഭിത്തിയിൽ തലയടിച്ച് വീഴ്ത്തുകയൊക്കെ ചെയ്യുന്ന എത്രയോ നികൃഷ്ടമായിട്ടുള്ള കഠോരമായിട്ടുള്ള ധാരാളം കാഴ്ചകൾ നമുക്ക് പല സ്ഥലത്തും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് വിലാസിനി അമ്മയുടെ കാര്യത്തിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ അമ്മയുടെ ഈ അവസ്ഥയിൽ ഇപ്പോൾ ഞാൻ അടുത്ത ദിവസം അമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് കരുതുന്നു. അവിടെ പോയിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന സംഗതിയിൽ അറ്റ്ലീസ്റ്റ് ഒരു വാട്ടർ ടാങ്ക് അല്ലെങ്കിൽ ഒരു ഗ്യാസ് കണക്ഷൻ, അപ്പോൾ നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ പരിമിതമായ കാര്യങ്ങളെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതുപോലെ ഒരു വിലാസിനി അമ്മയല്ല, നമുക്ക് ഇതുപോലെ തന്നെ ധാരാളം സഹായങ്ങൾ ആവശ്യമുള്ള, ധാരാളം ഇത്തരത്തിലുള്ള വസ്ത്രങ്ങളായിട്ടും
അല്ലെന്നുണ്ടെങ്കിൽ ഭക്ഷണമായിട്ടും വീട്ടു സാധനങ്ങളായിട്ടും മറ്റു പല സംഗതികളായിട്ട് ധാരാളം ഇതുപോലെയുള്ള ധാരാളം അമ്മമാർക്ക് ധാരാളം ആവശ്യങ്ങൾ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ആരും സാമ്പത്തികമായിട്ട് നമുക്ക് സഹായിക്കണം എന്നല്ല പറയുന്നത്. നമ്മൾ ഈ സംഗതികൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സുമനസ്സുകളായുള്ള ധാരാളം ആളുകൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരാഴ്ചത്തെ ഭക്ഷണത്തിനുള്ള അരി വാങ്ങിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള മരുന്നുകൾ ഓഫർ ചെയ്യുകയോ അല്ലെങ്കിൽ വീട്ടിലൊരു വാട്ടർ ടാങ്ക് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് സഹായിക്കുകയോ അല്ലെങ്കിൽ ഗ്യാസിനുള്ള പൈസ കൊടുക്കാൻ സാധിക്കാൻ, അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളൊരു സിനിമയ്ക്ക് ഇപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് 10,000 രൂപ നമുക്ക് വേണ്ടി വരും. ആ 1000 രൂപ നമുക്ക് ഒരു പാവപ്പെട്ട അമ്മയുടെ അല്ലെങ്കിൽ പാവപ്പെട്ട അച്ഛൻ്റെ ജീവിതത്തിന് അവർക്ക് ഒരു എന്തെങ്കിലും ഒരു കൈത്താക്ക് ആകുകയാണ് എങ്കിൽ അത് വലിയ സഹായമായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ സഹായം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാമ്പത്തികപരമായിട്ട് ആരും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. മാക്സിമം നമ്മളുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് സോഴ്സ് ഓഫ് ഇൻകം ലഭിക്കുകയാണെങ്കിൽ അതെനിക്ക് നിറഞ്ഞ ഹൃദയത്തോടു കൂടിയിട്ട് എനിക്ക് ഇത്തരത്തിലുള്ള അമ്മമാരെ നമുക്ക് എനിക്കെന്നല്ല നമുക്ക് ഒത്തൊരുമിച്ച് കൂട്ടായ്മയോട് കൂടിയിട്ട് നമുക്ക് അവരെ സഹായിക്കാനും അവർക്ക് എന്തെങ്കിലും ചെറിയൊരു പുനരധിവാസം നമുക്ക് നൽകുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട ഒരു സംഗതിയല്ല. ഇപ്പോൾ ഒരുപക്ഷെ വിലാസിനി അമ്മയുടെ മക്കളിലേക്ക് 4 പെൺമക്കളിലേക്കും കൂട്ടിക്കല മുണ്ടക്കയം പാറത്തോട് കാഞ്ഞിരപ്പള്ളിയിലൊക്കെ ആയിട്ട് താമസിക്കുന്ന 4 പെൺമക്കളിലേക്കും ഒരുപക്ഷെ ഈ നമ്മളുടെ ഈ വാർത്ത ഒരുപക്ഷെ അവരിലേക്ക് എത്തുകയായിരിക്കും. എത്തുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇത് നമ്മളുടെ ഈ വിലാസിനി അമ്മയുടെ ഇപ്പോഴത്തെ അവരുടെ അമ്മയുടെ അവസ്ഥ അവർക്ക് നന്നായിട്ട് അറിയാം. എങ്കിൽ കൂടിയും നമ്മൾ മറ്റുള്ളവർ വഴി ഒന്ന് പറഞ്ഞു നോക്കിയിട്ട് അവരുടെ മനസ്സിലൊരു അലിവ് തോന്നുകയും അല്ലെങ്കിൽ അലിവ് തോന്നുകയില്ലെങ്കിൽ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എങ്കിൽ കൂടിയും ഏതെങ്കിലും സോഴ്സിൽ വഴി അമ്മയെ ഒന്ന് സഹായിക്കാനുള്ള സുമനസ് അവർക്കുണ്ടായി കഴിഞ്ഞാൽ അത് വളരെ വലിയ കാര്യമാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു ചോദ്യം അവിടെ ഉദിച്ചു വരുന്നത് എന്തുകൊണ്ടെന്നാൽ പഞ്ചായത്ത് അധികൃതർ അല്ലെന്നുണ്ടെങ്കിൽ അവർ താമസിക്കുന്ന വാർഡ് അധികൃതർ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ്. കേരളത്തിലെ ഏത് വാർഡിലാണെങ്കിലും ഏത് പഞ്ചായത്തിലാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ അവർക്കൊക്കെ പരിമിതികളുണ്ട്. അവിടെ ആ വാർഡിൽ താമസിക്കുന്ന പഞ്ചായത്തിൽ താമസിക്കുന്ന പ്രായമായ ആളുകളെ എല്ലാവരെയും സംരക്ഷിക്കുക അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞത് നമ്മളത് പ്രതീക്ഷിച്ചിരുന്നാൽ ഒരിക്കലും അതൊന്നും സംഭവിക്കുകയില്ല. വിലാസിനിയമ്മയുടെ കേസിൽ ആ ഏരിയയിൽ അവരൊരു ഒറ്റപ്പെട്ട സ്ത്രീയാണ്. അപ്പോൾ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഇതൊക്കെ ഒരു പരിധിവരെയൊക്കെ രാഷ്ട്രീയപരമാണ്. ഒരു വീട്ടിൽ 10-12 അംഗങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള ജനപ്രതിനിധി തീർച്ചയായിട്ടും അവിടേക്ക് എത്തുകയും അവരെ സഹായിക്കാൻ സന്നദ്ധരാകുകയും ചെയ്യും. കാരണം അതിൻ്റെ മറ്റൊരു വശം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോട്ട് ഒരു വലിയ ഒരു വലിയ സംഗതി തന്നെയാണ്. ധാരാളം മെമ്പർമാരുള്ള ഒരു വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് അവരെ സഹായിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവിടെ നിന്ന് ഒരു 5-6 വോട്ട് അദ്ദേഹത്തിന് ഇവനൊരു പഞ്ചായത്ത് മെമ്പർ ആണ് എങ്കിൽ കൂടിയും അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പർ ആണ് എങ്കിൽ കൂടിയും അവർക്കത് ലഭ്യമാകുന്നൊരു സംഗതിയാണ്. ഇതുപോലെ നടക്കാനും പാടില്ല, ഇന്നോ നാളെ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന നിരങ്ങി നടക്കുന്ന സ്വന്തമായിട്ട് ഒരു കാര്യവും ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത വയോവൃദ്ധരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ടിന് പോലും അവർക്ക് വോട്ട് ചെയ്യാൻ പോലും പോകാനുള്ള ഒരു അവസ്ഥയിലുള്ള ആളുകളല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ കഴിയുന്ന ആളുകളെ അത്തരത്തിൽ ജീവിക്കുന്ന ആളുകളെ എല്ലാവരും മറക്കുകയാണ് ചെയ്യുന്നത്, എല്ലാവരും വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. അവരുണ്ടാലും അവരുറങ്ങിയാലും അവർക്ക് മരുന്നുണ്ടെങ്കിലും അവർക്ക് മരുന്ന് ഇല്ലെങ്കിലും അവർ ഭക്ഷണം കഴിച്ചാലും അവർ വെള്ളം കുടിച്ചാലും ഇതൊന്നും ആർക്കും അവിടെ നിന്നല്ല ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആരുടെ ജീവിതത്തിലും ഇത് വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നില്ല, ചലനങ്ങളൊന്നും ഉണ്ടാക്കുകയുമില്ല. അപ്പോൾ ട്രാവൽ വിത്ത് സിനു ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള പാവപ്പെട്ട അമ്മമാരോ അല്ലെങ്കിൽ പാവപ്പെട്ട അച്ഛന്മാരോ അല്ലെങ്കിൽ പാവപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഒരു ചെറിയൊരു കൈത്താങ്ങാൻ നമ്മൾക്ക് ഈ ട്രാവൽ വിത്ത് സിനുവിന് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ത്രൂ അത് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി എ ഗ്രേറ്റ് തിങ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഏറ്റവും വലിയ മഹത്തരമായ ഒരു കാര്യമായിരിക്കും അത്. നമുക്ക് എല്ലാവർക്കും നമ്മളുടെ കാര്യങ്ങളെല്ലാം നടന്നതിന് ശേഷം നമ്മളുടെ കാര്യങ്ങളൊക്കെ പരിപൂർണമായിട്ട് എല്ലാം ഓക്കെ ആയതിനു ശേഷം മറ്റുള്ളവരെ നമ്മൾ പരിഗണിക്കാമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ആരുടെ ജീവിതത്തിലും ഒരിക്കലും അത് സാധ്യമായി എന്ന് സംഭവിക്കുന്ന സംഗതിയല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. വിലാസിനി അമ്മയുടെ 4 പെൺമക്കൾ എവിടെ നിന്നെങ്കിലും ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അമ്മയുടെ അടുത്തേക്ക് മടങ്ങി വരിക. അവർക്ക് തീരെ അറിയാം, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അവർക്ക് നടക്കാൻ വയ്യ, അവർക്ക് പരസഹായമില്ലാതെ ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കത്തില്ല. ഇപ്പോഴും ഈ 71-ാം വയസ്സിൽ അവർ പക്ഷേങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ആരെയും പഴിക്കാതെ അവരുടെ 6 സെൻറ്റ് സ്ഥലമുള്ളത് അവർ ആ സ്ഥലം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. അത് അവരുടെ ഒരു ആഗ്രഹമാണ്. മരണം വരെ അവർക്ക് അവരുടെ ആ ചെറിയ കൂരയിൽ
മഴയൊക്കെ പെയ്താൽ ഒരുപക്ഷെ നനയുകയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ ആ ചെറിയ കൂരയിൽ അവരുടെ ഈ ഇത്രയും വർഷം അവർ 52 വർഷം ജീവിച്ച സ്ഥലമാണ്. അവിടെ നിന്ന് മാറാനായിട്ട് പ്രായമായ ആളുകളല്ലേ, അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ 1.5 സെൻറ്റ് സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടാതെ തീർച്ചയായിട്ടും അവരുടെ കാലശേഷം നിങ്ങൾക്ക് തന്നെയാണ് അത് ലഭിക്കുന്നത്, മറ്റാർക്കും അത് പോവുകയില്ല. അപ്പോൾ ഇത്രയും പ്രായമായ ഒരു അമ്മയെ നമ്മൾ ഡൈവേറ്റ് ചെയ്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് സാധ്യമായി ഇന്ന് വരികയില്ല. അതുകൊണ്ട് നമ്മളാൽ ചെയ്യുന്ന മറ്റുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ അമ്മയ്ക്ക് നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ അത് ഏറ്റവും വലിയ ഒരു പുണ്യപ്രവൃത്തിയായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ മക്കളാണെങ്കിലും നിങ്ങൾക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും നാളെ നമ്മളിത് ഫേസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. നമുക്ക് അതിനകത്ത് വളരെ വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ അനുദിനം നമുക്ക് കാണുന്നുണ്ട് മാതാപിതാക്കളെ ക്രൂരമായി ഉപദ്രവിക്കുക, അവർക്ക് ആ സ്ഥലം കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ഈ 1 സെൻറ്റ് സ്ഥലം അല്ലെങ്കിൽ ഒരടി ഭൂമിക്ക് വേണ്ടിയിട്ട് തന്നെ മാതാപിതാക്കളെ കൊല്ലാക്കൊല ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ ഇത്തരത്തിലുള്ള പാവപ്പെട്ട അമ്മമാരെ കൺസിഡർ ചെയ്യുകയും അവരുടെ കാര്യങ്ങൾ നമ്മൾ അറിയുകയും അവരെ പരിഗണിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയുകയാണ്, ഇതുപോലെ എന്തെങ്കിലും രീതിയിൽ വിഷമിക്കുന്ന ഏതെങ്കിലുമൊക്കെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരുടെ കാര്യം ദയവായി നമ്മുടെ മെസ്സേജ് മുഖാന്തരം നമ്മളെ അറിയിക്കുക. നമ്മൾ ഫോൺ നമ്പർ തരിക. തീർച്ചയായിട്ടും നമ്മൾ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. ട്രാവൽ വിസിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുകയോ അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതരുമായിട്ടോ ഗവൺമെൻറ് അധികൃതരുമായിട്ടോ സംസാരിച്ചതിന് ശേഷം വേണ്ട രീതിയിലുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങളും നമുക്ക് അവരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നതാണ്. നമ്മൾ വിലാസിനിമയുടെ ഈ സത്യസന്ധമായ ഈ വസ്തുത നിങ്ങളോട് അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ നാളെ മറ്റൊരു ജീവിതകഥയുമായിട്ട് മറ്റൊരു സത്യസന്ധമായ ഒരു സംഗതിയുമായിട്ട് നാളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ എല്ലാവർക്കും സ്നേഹ നമസ്കാരം. നന്ദി.